Hi guys, welcome back to വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നല്ല തലവേദനയായിരുന്നു. നല്ല തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കണോ? താങ്ക്സ്. ഐസ് പാക്ക് വെച്ച് ഇങ്ങനെ നിൽക്കണമായിരുന്നു. ഉച്ചവരെ വർക്ക് ചെയ്തു, പിന്നെ ലാപ്പിലും ഫോണിലും നോക്കാൻ പറ്റാതായി. അങ്ങനെ ഞാൻ എല്ലാം പൂട്ടിയെടുത്ത് വെച്ച് കിടന്നുറങ്ങി. എണീറ്റപ്പോൾ എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തന്നു. അതോടെ മാറിയെന്നാ പറയണത്. സുഖമുണ്ട്, എന്നാലും നല്ല തലവേദന ഉണ്ട്. ഇരിക്കണായിരുന്നു രാവിലെ തൊട്ട് കിടപ്പായിരുന്നു. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ പണിയൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. എനിക്ക് ഇങ്ങനെ പാവം തോന്നി. കുറെ നേരമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉമ്മി വാപ്പിച്ച് ആലപ്പുഴ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ മൊത്തം ഇതിനകത്തായിരുന്നു. അപ്പം നമ്മളൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് ഓർത്തു ഫുഡ് കഴിക്കാൻ. എനിക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ബീഫ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ബീഫ് കഴിച്ചാലോ എന്ന് തോന്നുന്നു. ബീഫ് കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ തന്നെ വാളൊക്കെ ഇന്ന് തലവേദന ആയതുകൊണ്ട് മൊത്തം ഒരു ഷർദിൽ ഡേ ആണ്. മൊത്തത്തിലൊരു ഷർദിൽ മൂഡാണ്. ഞാൻ എന്താ പറയാൻ വന്നത് ശരിക്കും, നിങ്ങൾക്കൊക്കെ പ്രഗ്നൻസി ടൈമിൽ തലവേദന ഉണ്ടായിരുന്നു എങ്കിൽ പ്രഗ്നൻസി ടൈമിൽ തലവേദന ഉണ്ടായിരുന്നു എങ്കിൽ എങ്ങനെയാണ് മാറിയിരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഞാൻ സാധാരണ പെയിൻ കില്ലറായിരുന്നു കഴിക്കാറ്. അതിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തലവേദന മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താ ചെയ്തിരുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഐസ് പാക്കാണ് വെക്കാറ്. ആശ്വാസം ഇല്ല എന്ന് പറയുന്നത് തെറ്റായിരിക്കും, പക്ഷെ മാറുന്നില്ല. എല്ലാവരും ഒന്ന് കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്താണ് വെച്ചത്. യെസ്. ഇനി ഒരു റൈം ഉണ്ട്. ആ റൈം ഇക്കു പറയണത് ഇക്കു കേട്ടിട്ടില്ല എന്നാ, പക്ഷെ ഭയങ്കര പോപ്പുലർ റൈമാണ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഞാൻ പാടിത്തരാം. എന്റെ ഫോൺ തന്നെ അതിലും കൂടെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് തുടച്ചിട്ടാ സ്റ്റോറി ഇടാം. ഇന്നത്തെ സ്റ്റോറിക്കുള്ളതായി പാടിക്കോ. ആന ആറാട്ട് ഈ ഈച്ച ഇരണ്ട് ഊത്ത ഊഞ്ഞാല് ഏലേലക്ക ഐ ഓ ഔ ഒം അമ്മേവാ. അതിനിടയിൽ എന്തുകൊണ്ടെന്ന് ഞാൻ മറന്നു. തീർത്ത ഇത്രയുള്ളോ? അമ്മേവാ. ഇതാണ് കട്ടനും പുട്ടും. എനിക്ക് പറയുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വല്ലിപ്പോ. ഫുഡ് കഴിക്കാനല്ലേ വന്നേക്കണ നീ? അവിടുത്തെ ചേട്ടൻ പറയാൻ മമ്മൂട്ടി സൗബിനൊക്കെ വരാറുണ്ട്. പറ്റും തോന്നുന്നുണ്ടെങ്കിൽ തിന്നാൻ പറ്റൂല. ആദ്യമേ ഒരു കവർ മേടിക്കാം. നീ മൂലൊക്കെ എന്തെങ്കിലും വന്നിരിക്കാം. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കാനുള്ള മൂഡ് പോയി. വാള് വെക്കുന്നുള്ള അവസ്ഥയായി. എന്നാ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതി. പുട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണല്ലോ. പുട്ട് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് എന്താണ് ബീഫ് കഴിക്കണമെന്നില്ല. വേറെ എന്തെങ്കിലും കഴിച്ച നീ? ആരെ കൈ കാണിച്ചത് നീ? അവൻ നമ്മളെ ബീഫ് തിരിച്ചു മനസ്സിലായ? അവനാണ് അന്ന് നിർബന്ധിച്ച് ആദ്യം ബീഫ് റോസ്റ്റ് വാങ്ങിച്ചിട്ട് വേറൊരു ബീഫ് വന്നു. അത് അടിപൊളിയായിരുന്നു. അവൻ താടിയൊക്കെ ശരിയാക്കിണ്ട് വീഡിയോയിൽ വരാൻ. നീ പിടിച്ചോ. തല എന്റെ തല മുട്ടിയാണ് കാണണ്ടാവുന്നു. കവറുണ്ടോ? ഛർദിക്കാൻ വരുന്നുണ്ട്. അല്ല ഗർഭിണിയാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കഴിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ബീഫ് ഇവിടെ വന്നപ്പോ ഒരു മൂഡിലായി കേൾക്കുന്നുണ്ട്. പക്ഷെ അതന്നെ അത് കേൾക്കാനല്ലേ വന്നു. കവറ് വേണം. പക്ഷെ കട്ട വേണം, പുട്ടും വേണം, ബീഫും വേണം, ഒക്കെ വേണം. കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ടില്ല. വരാൻ സാധ്യത ഉണ്ടെന്നാണ്. വരും തോന്നണോ? ഇതൊക്കെ ഒന്ന് അല്ല, ഒച്ചയായിട്ട് ആരും പേടിക്കരുത്. 4 കഴിഞ്ഞു. മാത്രം എല്ലാരും ഇപ്പൊ കുറഞ്ഞത്. എല്ലാരും പറഞ്ഞ് 3 മാസം കഴിയുമ്പോ മാറുമെന്ന്. ഇതുവരെ മാറിയില്ല. എന്ത് ഫ്രീ കൊളത്തിട്ട് നിക്കാൻ പാടില്ല. അത് ശരിയാണ്. പറ്റില്ലേ? ഭക്ഷണവും ഇല്ല, വെള്ളവും കൂടി ഇല്ല.
ഇന്ന് തലവേദനയായിരുന്നു. അതെ, ഇപ്പോഴേക്ക് റിലീസാവും. ഞാൻ ഞങ്ങളുടെ ബീഫ് എന്തോ ഒരു സാധനം വന്നു. ബീഫ് നല്ല ടൈം എടുത്ത് ഇതാക്കണേ. ഇതെന്ത് ഗ്രേവിയാ? നമുക്കായോണ്ട് തന്നാ. ആദ്യമായിട്ടുള്ള ബീഫ് കഴിച്ചു കൊടുത്താ. പിന്നെ കുറച്ചാലും ബീഫ് സീറ്റ് തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ് പ്രഗ്നന്റ് ആയപ്പോ പിന്നെ ബീഫ് ഭയങ്കര അറപ്പായി. ഇപ്പൊ എന്നിട്ട് കഴിക്കണമെന്നൊരു തോന്നല് തോന്നി വന്നത് പെട്ടെന്ന്. അപ്പൊ ഞാൻ ആദ്യം കഴിച്ചു. ഇല്ലല്ല, വെയിറ്റ് കുറഞ്ഞ് 3-3.5 കിലോ കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞോണ്ടിരിക്കണ ഛർദിച്ചിട്ട്. അത് ഛർദിച്ച് കുറഞ്ഞതല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? പൊളി പൊളി, അടിപൊളി. ഒന്നും കഴിക്കൂല, അതൊക്കെ എടുത്ത് കൊടുക്കാറുണ്ടോ? നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്. കാക്കനാട് എൻ്റെ ഫസ്റ്റ് സെറ്റ് തീർന്നു. ഞാൻ അടുത്ത സെറ്റിലേക്ക് കിടക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഉള്ളതാ. അതിന്റെ എൻഗേജ്മെന്റ് ആണ് അടുത്ത ആഴ്ച. ഇപ്പൊ ഇരുന്ന് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണായിരുന്നു. ലാസ്റ്റ് ആവാൻ പറയാ എന്റെ വീടിന്റെ ബാക്കിലുള്ള പച്ച എങ്ങനെ ഇരിക്കണ ഇവിടെ നോക്ക്, കാണുന്നില്ല. പപ്പടം വേണ്ട, എവിടാ പപ്പടം വേണം, എവിടെ വേണം അവിടെ കൊടുത്തത്. നല്ല ബീഫ്. എൻ്റെ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു. ഞാൻ അടുത്തത് ഒരു ഇടിയപ്പം കൂടി പറഞ്ഞു. നല്ല ടേസ്റ്റ്. ഈ ബീഫ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. സ്ലോ കുക്ക്ഡാ. സ്ലോ കുക്ക്ഡ് ആയിട്ടുള്ള 6-7-8 മണി. അടുത്ത 2 സെറ്റ് അരിപ്പത്തിൽ കഴിഞ്ഞു. അടുത്ത ഇടിയപ്പം കൂടി ലാസ്റ്റ് തീർക്കാൻ വേണ്ടി. കുഞ്ഞിക്ക് ഭാര്യക്ക് കൊതിയായി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അപ്പൊ തുടങ്ങിയ ഒരു പുട്ടാണ്. നല്ല ഫുഡായിരുന്നു. ഇക്കു ഒരു 5-6 പ്രാവശ്യം കഴിച്ചു. നല്ല വയറ് നിറച്ച് കഴിച്ചു. ഇടിയപ്പം കഴിഞ്ഞിട്ട് എന്റെ പുട്ടിലും കൈയിട്ട് വരികയായിരുന്നു. കൂടാതെ ഇന്നവിടെ അവിടെ ഉണ്ടായിരുന്ന പുപ്പയും അമോനും നല്ല അടിപൊളിയല്ലേ. അതിലെല്ലാം ഉപരി, അതെ, ഫുഡിനേലും ഉപരി സംസാരിച്ച് അത് നോക്കണം ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞെന്ന് ചെന്ന പാട് ഞാൻ എന്നെ ഒരു കവർ വെച്ചു ഛർദിക്കാൻ വന്നാലോ എന്ന് ഓർത്തിട്ട്. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് അയമോദ കട്ടൻ ചായ കൊണ്ടുവന്നു. ഇതാദ്യം കുടിച്ചോ, അപ്പൊ ഛർദിലൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ. ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മ ഒരുപാട് സംസാരിച്ചു. എനിക്ക് തോന്നണ ഇവളത്ര കഴിക്കൂലായിരുന്നു. ഒരു കുറ്റി പൊട്ടും അത്ര മൊത്തം കഴിച്ചു. ആ സംസാരിച്ച അവരോട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ തിന്നുപോയി. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല അവരുടെ ഒരു പെങ്ങടെ മോളും ഗർഭിണിയാണ്. അവര് അറിയാതെ ഗർഭിണിയാണ്, അവരറിയാതെ യാത്ര പോയ കാര്യങ്ങളൊക്കെ പറയണായിരുന്നു. പുള്ളിക്കാരി ഡിക്കിയിലൊക്കെ ഇരുന്നുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തന്നെയായിരുന്നു. അപ്പൊ അത് ഭയങ്കര രസമാണ്. ഒരാൾക്കാർ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോണെങ്കിലും നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോ നമുക്കൊരു കണക്ഷൻ കിട്ടും. അതെ, നമുക്കൊരു കണക്ഷൻ കിട്ടും. അത് ഒരു ഭയങ്കര രസമാണ്. എനിക്കത് ഇഷ്ടമാണ് ഭയങ്കര. ചില ട്രിപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുമ്പോ കുറച്ച് നല്ല ആൾക്കാരെ കിട്ടണ പോലെയാണ്. മറ്റേ മലേഷ്യ പോയപ്പോ ഷിപ്പില് പാകിസ്ഥാനി മറ്റേ ടീമുകളെ ഫാമിലി അതും അടിപൊളിയായിരുന്നു. ഫാമിലി ആയിരുന്നു സൂപ്പർ. അത് ശരി, അത് ഭയങ്കര ഒരു ഡോക്ടേഴ്സ് ഫാമിലി പാരന്റിനെ കുറിച്ചൊക്കെ സംസാരിച്ച്. അയ്യോ, അത് ഭയങ്കര ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ആലോചിച്ചത് അത്. അപ്പൊ അതേപോലെ ഇപ്പൊ ഇവരോട് സംസാരിച്ചു. അവനെ നമ്മളൊന്നും പരിചയപ്പെട്ട നല്ലോട് സംസാരിച്ചു. നമുക്ക് നമ്മളെ കൊറേ നിർബന്ധിച്ചിട്ടാണ്. നല്ല ടേസ്റ്റ്. അവന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പത്തിരി ഞാൻ പൊറോട്ട ഏതോ വേണ്ട പത്തിരി എങ്ങനെ ഒരു സാധനം ഉണ്ട്. അതൊരു നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഭക്ഷണം, നല്ല ആളുകള്, നല്ല കട. അങ്ങനത്തെ കടകളിൽ നമുക്ക് പിന്നെ പോവാൻ തോന്നും. അതെ അതെ, അത് ഇവര് സ്വിഗ്ഗി പോലും ചെയ്യണില്ലെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആൾക്കാർക്ക് നഷ്ടം ഉണ്ടായിരുന്നു ഓർത്തിട്ടാണ് അവർ സ്വിഗ്ഗി ചെയ്യാത്തത്. അല്ലാതെ അവരുടെ കച്ചവടത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു കുഞ്ഞ്. നല്ല ഫുഡും കിട്ടി, നല്ല വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അതെ, ഞാൻ ബീഫും കഴിച്ചു. എനിക്ക് അത്ര അറപ്പില്ലാതെ ബീഫ് കഴിക്കണമെങ്കിൽ ഒന്ന് ഒറ്റ സ്ഥലം അത് ഇതാന്ന് തോന്നുന്നു നമ്മൾക്ക്. അപ്പൊ ഞങ്ങളിനി വ്ളോഗ് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വ്ളോഗ് ഇവിടെ നിർത്തുവാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും കാണുക. അപ്പൊ ഓക്കെ, ബൈ. ഇനി പോയി ഛർദിക്കോ ഇല്ലെന്ന് അറിയില്ല. ഛർദിക്കണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഗുഡ് നൈറ്റ് അടിക്കും. ഓക്കെ, ബൈ.